ശ്രീപാദ ശ്രീവല്ലഭൻ്റെ മുത്തച്ഛനായ ശ്രീ ബാപ്പനാര്യ തൻ്റെ പൗത്രനെ സാക്ഷാൽ ദത്താത്രേയനായി ദർശിച്ച് ചൊല്ലിയതാണ് സിദ്ധമംഗള സ്തോത്രം. ദത്തദർശനം കൊണ്ടുണ്ടായ അനുഭൂതിയോടെ ഉച്ചരിച്ച അക്ഷരങ്ങൾ വളരെ ശക്തിയുള്ളതായിരുന്നു. ഓരോ അക്ഷരത്തിലും യുഗയുഗാന്തം വരെ നീളുന്ന ചൈതന്യം വിലസിയിരുന്നു. അവയിൽ വ്യാകരണദോഷം നോക്കേണ്ടതില്ല. ഈ സിദ്ധമംഗള സ്തോത്രം ചൊല്ലുന്നതിന് നിബന്ധനകളോ നിയമങ്ങളോ ഇല്ല. സിദ്ധമംഗള സ്തോത്രം. ശ്രീപാദനന്ദ ശ്രീവിഭൂഷിത അപ്പല ലക്ഷ്മീ നരസിംഹരാജ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ ശ്രീവിദ്യാധരി രാധസുരേഖാ ശ്രീരാഖീധര ശ്രീപാദ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ മാതാസുമതീ വാത്സല്യാമൃത പരിപോഷിത ജയ ശ്രീപാദ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ സത്യഋഷീശ്വര ദുഹിതാനന്ദന ബാപ്പനാര്യനുത ശ്രീപാദ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ സവിതൃകാഠകചയന പുണ്യഫല ഭരദ്വാജ ഋഷിഗോത്രസംഭവ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ ദോചൗപാദീ ദേവലക്ഷ്മി ഘനസംഖ്യാബോധിത ശ്രീചരണ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ പുണ്യരൂപിണീ രാജമാംബസുത ഗർഭപുണ്യഫല സംജാത ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ സുമതീ നന്ദന നരഹരി നന്ദന ദത്തദേവ പ്രഭു ശ്രീപാദ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ പീഠികാപുര നിത്യവിഹാര മധുമതി ദത്താ മംഗളരൂപ ജയ വിജയീ ഭവ ദിഗ്വിജയീ ഭവ ശ്രീമദഖണ്ഡ ശ്രീവിജയീ ഭവ. പരമപവിത്രമായ ഈ സിദ്ധമംഗള സ്തോത്രം ചൊല്ലിയാൽ അനഘാഷ്ടമി വ്രതം ആചരിക്കുകയും 1000 സദ്ബ്രാഹ്മണർക്ക് ഭോജനം നൽകുകയും ചെയ്യുന്നതിന് തുല്യമായ ഫലം ലഭിക്കും. മണ്ഡലദീക്ഷ ആചരിക്കുകയും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും കഠിന കായിക അധ്വാനം ചെയ്ത് കിട്ടിയ പണം കൊണ്ട് 1000 സദ്ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുന്നതിന് തുല്യമായ ഫലം ലഭിക്കും. ഈ സ്തോത്രം അതിനു തക്ക യോഗ്യതയുള്ളവർ ചൊല്ലും. ഇത് ചൊല്ലുന്നവർക്ക് സിദ്ധപുരുഷന്മാരുടെ ദർശനവും സ്പർശനവും ലഭിക്കും. മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കും. മനസാ വാചാ കർമ്മണ ദത്താരാധന ചെയ്യുന്ന ഭക്തന്മാർ ഈ സ്തോത്രം ചൊല്ലുമ്പോൾ അവർക്ക് ശ്രീപാദൻ്റെ അനുഗ്രഹം ലഭിക്കും. ഈ സ്തോത്രം ചൊല്ലുന്ന ഇടങ്ങളിൽ സൂക്ഷ്മ വായുമണ്ഡലങ്ങളിൽ നിന്നുള്ള സിദ്ധന്മാർ അദൃശ്യരായി സഞ്ചരിക്കും.